3 hours മാക്സിമം ഉണ്ട്. സോ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് ഈ ഇൻട്രോ ഇഷ്ടമായിട്ടില്ല. പറഞ്ഞോണ്ടാ എനിക്ക് മറ്റേ ഇൻട്രോ ഇഷ്ടമായോ? ആദ്യത്തെ അതിന് വരൂലോ. സമയം നോക്കുന്നതിന് ഇത് എടുത്താ പോരെ, വീഡിയോ എടുത്തിട്ട് ഇടുന്നോലല്ലേ സമയം. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമോ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നീണ്ടല്ല കൂതറിന്റെ കൂതരൻ. അപ്പൊ ഗൈസ് ഇതാ നമ്മൾ ഏറ്റവും എന്റെ മുട്ടയില് പൊട്ടിട്ടുണ്ടാവും ബാക്കിൽ. Do you see the orange light there? Yes. ആ ലൈറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോ വേറെ ലൈറ്റ് കണ്ടോ? വെള്ളം. ആ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവിടെ മുതൽ അബുദാബിയാണ്. ഇപ്പൊ റോഡിന്റെ കളർ എന്താ നീ കാണുന്നത്? ഒരു ബ്ലാക്ക് അല്ലേ? വാഴത്തുമ്പോ കളർ നോക്കുന്നു ഡിഫറൻസ്. അതില്ല അറിയില്ല. അത് മാറി നോക്കിപ്പോ നോക്ക്. ഇത് വരുന്ന കണക്കായിട്ട് റോഡിന്റെ കളർ മാറുന്നു. റോഡിന്റെ കളറൊക്കെ രാവിലെ തന്നെ നല്ല വൃത്തി കാണും. നോക്കണേ കളർ മാറുന്നു. റോഡിന് കളർ മാറും. രണ്ട് കളർ. Hello guys, welcome back to my YouTube channel. Hello. Dazi Diaries. So നമുക്ക് നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ? ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം. അപ്പം നമ്മുടെ ആനിവേഴ്സറി ആണ് ഗൈസ് നാളെ. നമ്മൾ അപ്പം ലിവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടാണുള്ളത്. കുറേ ആയി. കാരണം ലിവ മെയിനായിട്ട് ഇന്ന് പ്ലാൻ ചെയ്ത സംഭവമല്ല. ബിക്കോസ് അത് ജാനുവരി 3 തീരും. പിന്നെ നമുക്ക് സമയമില്ല അതിൻ്റെ അടുത്ത്. ഇന്നും നാളെ നല്ല പരിപാടി മിസ്സാവില്ല. ലേറ്റ് നൈറ്റ് ആയിട്ടും ഉണ്ടാവും എന്തെങ്കിലുമായിട്ട്. അപ്പോൾ ലിവ നമ്മൾ ലാസ്റ്റ് ടൈം പോയിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ ഇയർ നമ്മൾ പോകാൻ നിൽക്കാം. ഇന്ന് ഒരു കുട്ടി വ്ളോഗാണ്, ലിവ വ്ളോഗ് തന്നെ. എനിക്ക് കുറച്ച് വലിയ വ്ളോഗ്, കുറച്ച് വലിയ വ്ളോഗ് തന്നെയായിരിക്കും. യെസ്, വെരി കളർഫുൾ, വെരി അഡ്വെഞ്ചറസ് ആൻഡ് വെരി വേറെ ലെവൽ വ്ളോഗ് ആയിരിക്കും. ആയിരിക്കണം. അതാണ് നമ്മൾ ക്യാമറമാനെ കൂട്ടിയത്. യെസ്. ഇന്ന് നമുക്ക് പുതിയൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ക്യാമറമാൻ ഫിർസാദ് നിസാറും കൂടെ ഉണ്ട്. ബാക്കിലേക്ക് കൂടെ എന്താണ് ക്ലാപ്പൊക്കെ പോകും. അപ്പോൾ ലിവയിലേക്കാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം പോയത് മിനി ലിവയാണ്. ദാറ്റ്സ് ഇൻ ഉമ്മൽ കോയിനിലെ 116. ബട്ട് ഇത് കുറച്ച് ദൂരെ പോകാനുണ്ട്. ഒരു 4 hours, നിയർലി 4 hours ഡ്രൈവ് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അബുദാബിയിലാണുള്ളത്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പെട്രോളൊക്കെ ഫുൾ അടിച്ചിട്ട് നമ്മുടെ മിന്നൽ, ഫർസാദ് ഇട്ട പേരാണ് മിന്നൽ പുറത്തവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ സെറ്റായിട്ട് സാധനമൊക്കെ പാക്ക് ചെയ്തിട്ടൊരു 2 day ട്രിപ്പ് പോലെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ അബുദാബിയിലെത്തി. ഞാൻ പറഞ്ഞ പോലെ അന്താറിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഏകദേശം സമയം 8:30 മണിയായി. ഇവിടുന്ന് ഇനിയും ഒരു 3 hours ഡ്രൈവ് ഉണ്ടല്ലേ? ഓൾമോസ്റ്റ് അത്ര തന്നെ ഉണ്ട് പോകാനും. സോ നമ്മൾ പോവാൻ പോവുകയാണ് ഗൈസ്. ആൻഡ് ഓൾസോ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. നാളെ നമ്മുടെ ആനിവേഴ്സറിയാണ്. 5 കൊല്ലമായി ഇതിനെ ഞാൻ സഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇവിടെ ശരിക്കും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതല്ല. ബട്ട് ലീവ് തീരാനായി. ജാനുവരി 3 അത് തീരും, ഒഫീഷ്യലായിട്ട് തീരും. സോ നമുക്കതിന് മുമ്പായിട്ട് വേറെ സമയമില്ല പോകാൻ വേണ്ടിയിട്ട്.
ഇപ്പം തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പോകുന്ന വഴിയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഓരോന്നും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ അറിയാൻ ചെയ്യലില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലിസ്റ്റ് പ്രകാരം എല്ലാ സാധനവും വാങ്ങിച്ചു. ലാസ്റ്റ് അവസാനമായിട്ട് ടിഷ്യൂ പേപ്പറാണ് ഉണ്ടായത്, അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ റാമസിലാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഓൾ സാധനം എടുത്തു. ഇപ്പോൾ വീണ്ടും സമയം നോക്കുമ്പോൾ വാച്ച് ഡെഡായി. സമയം എത്രയാടാ? 9:30 മറ്റായിന്ന് തോന്നുന്നു. വേണ്ട, ഇറ്റ്സ് ഓക്കെ. 9:45 കരകര. സോ നമ്മൾ ബില്ലടിക്കാൻ പോവാണ്. എന്നിട്ട് ഇതൊക്കെ സാധനം ഇവിടെ കയറ്റണം. Hello. ഓക്കെ, എത്ര ചോക്ലേറ്റ് ഉണ്ടെന്നായില്ലേ? 6 എനിക്കിഷ്ടം.
എന്തെങ്കിലും വണ്ടി വരൂലേ അവിടുന്ന് കുറച്ച് ബോധമൊന്നുണ്ടാവില്ല പേര് നോക്കി. ഹേ ഗൈസ്, സോ നമ്മൾ ലിവയിൽ എത്തിയിട്ടുണ്ട്. സമയം 2:30 മണിയായി. നല്ലോണം ലേറ്റായിപ്പോയി. ഇവിടെ ഓൾമോസ്റ്റ് ഓൾ ഈവൻറ്റ്സ് തീർന്നിട്ടുണ്ട് മീൻസ് തിരക്കുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാണാം, ഫുൾ ലൈറ്റാണ്, ഫുൾ കാറാണ്, മൊത്തം ഇതുണ്ട്. പക്ഷെ ഈ അതായത് മേലേക്ക് കയറുന്നതൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാം പോലീസുകാരെല്ലാവരും താഴത്തേക്ക് ഇറക്കാണ്. അപ്പോൾ ബട്ട് നോ വറീസ്, നാളെ നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ടെൻറ്റൊക്കെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ്. രാവിലെ പോയതാണ്, നല്ല ടയേർഡാണ്. അറൗണ്ട് 4 hours 5 hours ജേർണി ആയി. നമ്മൾ എത്ര മണിക്കാണ് ദുബൈയിൽ നിന്ന് വിട്ടത്? 6:30 അറൗണ്ട് ആകുമ്പോഴേക്ക് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡും സാധനവും ഒക്കെ വാങ്ങിക്കാനുണ്ടായി. പിന്നെ ഫ്രഷ് ആവാനൊക്കെ കുറച്ച് സമയം എടുത്തിനെങ്കിലും ഒരു അതായത് റൈഡായിട്ട് തന്നെ ഒരു 3-4 hours ഉണ്ടായി. സോ നല്ല ടയേർഡാണ്, നല്ല വീട്ടിലേക്കൊന്ന് ഉറങ്ങണം. നാളെ രാവിലെ ഏർലി മോർണിംഗ് എണീക്കണം. ഇതാണ് നമ്മുടെ വ്യൂ. ഫസ്റ്റ് നമ്മൾ അവിടെ ആ റേസിങ് നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബട്ട് അത്ര സേഫ്റ്റി അല്ല, ഇങ്ങനെ വന്നിട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു ഏരിയ അധികം ആളില്ല, ജസ്റ്റ് ഫാമിലി മാത്രമായിട്ട് നിൽക്കുന്ന അങ്ങനെ ആളാക്കും. ഒട്ടുമിക്ക എല്ലാവരും ഉറങ്ങിയിട്ടുമുണ്ട്. സോ അത്രയേ ഉള്ളൂ. നമ്മുടെ ടെൻറ്റ് കാണിച്ചു കൊടുക്കാം. വിചാരിച്ചത്ര തണുപ്പില്ല കേട്ടോ, നോർമൽ തണുപ്പ്. വിചാരിച്ച എത്ര തണുപ്പില്ല. സോ ഇറ്റ്സ് ലൈക്ക് ഗുഡ് കംഫർട്ടബിൾ. അപ്പോൾ എന്താ വണ്ടി ആൾക്ക് മരുഭൂമി ഇതല്ല സമാധാനം തന്നെ വിളിക്കാം. അങ്ങോട്ടോക്ക്
നമ്മളിതാ ഏറ്റവും മേലെ എത്തിയിരിക്കുകയാണ്. ഇവന്റെ എന്താണ് എന്താ പറയല്, മേലെ കയറി പറയല്, അതിന്റെ ഏറ്റവും മേലെ കയറിയിരിക്കുകയാണ്. ഒരു 1.5 കേസ്. അപ്പോൾ നമ്മൾ പിന്നെന്താന്ന് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി എണീച്ചിട്ടൊന്ന് ഫ്രഷ് എല്ലാം ആയി. എന്നിട്ട് നമ്മൾ കുറച്ച് കാറോട് കളിച്ചു. അങ്ങനെ കളിച്ച് ഇതാ മേലെ എത്തിയിരിക്കും. മിസ്റ്റർ ഹസ്ബൻഡ് മേലെ നിന്നിട്ട് ഇതിന്റെ വ്യൂ ആസ്വദിക്കേണ്ട മൊത്തം എന്റെ മുട്ടയില് പൊട്ടിട്ടുണ്ടാവും ബാക്ക്. കഷ്ടപ്പെട്ട് മേലേക്ക് കയറി സുലഭമാണ്. അപ്പം നമ്മൾ ഫുൾ അൺപാക്ക് ചെയ്തു. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അത്ര വലിയ ആഡംബരമായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് കുറച്ച് സാധനം. ഓക്കെ, സോ നമ്മളെ സാധനങ്ങളെല്ലാം ഇപ്പം പുറത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങും. നമുക്കിവിടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് നമുക്ക് ചെയ്യാം. ശരിക്കും അടിയിൽ വെക്കണേ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ മേലെ കയറൂന്ന്. ഞാൻ എത്ര പേരിന് വേണ്ട ചാടു ഗൈസ്. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കും. നിങ്ങളെ കാറിന്റെ എന്തായിരിക്കും സെയിം കളർ വേറെന്തിന്റെ വാത്. നമുക്ക് ടേബിൾ എടുത്ത ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് പിന്നെ മറ്റേത് കത്തിച്ച. ഗ്യാസ് എവിടെ? ഗ്യാസ് അതിനെന്താ പറയല്? LPG. സാധനല്ലേ ബ്ലൂ കളറ്. ഗ്യാസ് LPG എന്ന് പറയും. കത്തി കാണൂലാതെ അത് കാണുന്നുണ്ടാ?
കത്തിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കത്തുന്നുണ്ട് എന്നാണ് എൻ്റെ നമ്മൾ ഫസ്റ്റ് എണ്ണ ഒഴിച്ചു. എന്തിനാ അപ്പൊ ഇത് മാറിപ്പോവില്ലേ? അല്ല അത് അങ്ങനെ തന്നെ ഇതിന്റെ ബാക്കിൽ ഇല്ലാന്നോ? ഞങ്ങൾക്കറിയാം ഉണ്ടാക്കാറിയാം, നമുക്കറിയാം. നമ്മൾ അങ്ങനെയൊന്നും ഇപ്പൊ നോക്കരുത്. ഇപ്പൊ നമ്മളത് ഹാഫ് കുക്കഡ് ആണെങ്കിൽ നമ്മൾ കഴിക്കും, കാരണം അത്രക്കും വിശപ്പുണ്ട്. സോ അത് അവിടെ നിന്നാവട്ടെ. അതിൻ്റെ ഇടയ്ക്കുന്ന് നമുക്ക് നമ്മളെ മാഗിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മുറിച്ചിട്ട് വരാം. പിന്നെ ഇവിടുന്ന് ആവില്ല, ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി, കരിയാണ്ട് കഴിഞ്ഞു. ഏകദേശം ഈ കളർ ആവാണ്ട് നോക്കണം. This is Fida special Maggi. കുറച്ചിട്ടാൽ വളരെ കുഴിച്ചു. വെള്ള സാധനം ഇടലില്ലല്ലോ. അതെന്റെ വ്യൂവേഴ്സ് കാണാൻ എടുക്കണം. Maggi വേണ്ട.
പിന്നെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കോട്ടിങ് ഇടയ്ക്ക് എടുക്കണമെന്നില്ല, മാഗി മാത്രം എടുത്താൽ മതി അതിനകത്ത്. ഇതിനകത്ത് കുറച്ച് ഗാർണിഷിങ് പരിപാടി ഉണ്ട്. ബട്ട് ഓക്കെ ഗായ്സ്, സോ ഇതിനകത്ത് നമ്മൾ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടും. അതിക്ക് കുറച്ച് ഇടും, അല്ലെങ്കിൽ തന്നെ പനിക്കിടും. അതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് ഒറിഗാനോസ് ഇടാം. ഇതൊക്കെ നമ്മൾ ചൈനീസ് സ്പെഷ്യൽ ഡിഷസ് ആണ്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഉണ്ടാക്കിയ ഡിഷും കൂടിയാണ്. സോ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ ചീസാണ് ഇതിന്. ഒരു സ്ഥലം വേണം എടുക്കണം കുറച്ച്. എനിക്ക് കുറച്ച് ഒച്ചത്തി പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇനി നമ്മൾ ചീസാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇതിനകത്ത്. ചീസ് 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 ഇതൊക്കെ ഗാർണിഷിങ്ങിന്റെ ഭാഗമാണ് കേട്ടോ. തുന്നിയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഗാർണിഷ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനൊക്കെ ഉണ്ടാവും ചിലത്, അതിൻ്റെ കണ്ടെന്നാൽ മതി. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ എന്താണ് മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഈ ക്യാമ്പിംഗ് ഏരിയയിലൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം ഡിഷാണിത്. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടാക്കുക. പിന്നെ ഞാൻ കുറച്ച് ആഡംബരാക്കിയിട്ടാക്കി. സോ ഇത് നല്ല വയറ് ഫുള്ളാവുകയും ചെയ്യും. സെറ്റാണ്, സ്മെൽസ് ഡെലീഷ്യസ്. ഇനി ഇതുപോലത്തെ ഒരു 2 സെറ്റും കൂടി ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ അൺപാക്കിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഈവൻ്റെല്ലാം ഇപ്പോൾ തുടങ്ങൽ ഒരു 3 മണി 4 മണി ആവും അല്ലേ. 3 മണി 4 മണി ആകുമ്പോൾ ഇവിടെ ഫുൾ തിരക്കായിരിക്കും. ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുവരെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് രാത്രി എന്തായാലും ലേറ്റായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഫർസാദ് മരുഭൂമിയുടെ നടുവിലിട്ട് നെറ്റ് സ്കിറ്റ് ഗെയിം കളിക്കാൻ. എന്തോ ആൾക്കാർ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ, അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ 24/7 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഒച്ച ഇവിടെ ഫുൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും. സോ യാ, അപ്പം അതാണ് പരിപാടി. I know. But you have to check, bro. How you can check? In application, it's not showing. Yeah. For this joke. I can do nothing about it. Any chance we can get it? Here? Yeah. I try to do it. No. I can come away. എന്നെ പിടിച്ചിട്ട് ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട് കാറ്റ് കയറ്റിട്ട് അവിടെ പോയിട്ടില്ല. പറ്റിപ്പ് മാത്രം. എല്ലാവരോടും പറഞ്ഞത് ആരും പോണ്ട, എല്ലാം പോണ്ട. ഇങ്ങനെയൊന്നും പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. സ്റ്റാറ്റസ് ഇന്നത്തെ ലാസ്റ്റ് ഷോ ഫുള്ള് വെറുതെ ആരെയും കണ്ടിട്ട് വരുന്ന കിട്ടാണ്ട്